ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂത്തുലഞ്ഞ് മാങ്ങ കായ്ച്ചു കിടക്കുന്ന മാവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ. നിങ്ങളുടെ മാവ് ഇതുവരെയും പൂത്തില്ലെങ്കിൽ ഇനിയുമാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ പലരും പറയാറുണ്ട് ശരിക്കും മാവ് പൂത്തായിരുന്നു, എന്നാൽ ആ മാങ്ങ എല്ലാം പൊഴിഞ്ഞു പോകുന്നു, പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകുന്നു എന്ന്. കൂടുതലും മാങ്ങ പിടിക്കാൻ വേണ്ടി, കൂടുതൽ കായ്ഫലം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നമ്മുടെ മാവ് നിറയെ പൂവിടുകയും മാങ്ങയൊക്കെ കായ്ച്ചു കിട്ടുന്നത്. ആ സമയത്തിന് മുമ്പായിട്ട് നമുക്കൊരു 5 മാസം മുമ്പൊക്കെ നമ്മൾ മാവിന് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ മാവ് പൂക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അത് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണണേ. അപ്പോൾ ഇനി ഇപ്പോഴാണെങ്കിലും നമ്മുടെ മാവ് പൂത്തിട്ടില്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനിയും നമ്മുടെ സമയം മാവ് പൂത്ത് പോയല്ലോ എന്ന് ഓർത്തിട്ട് ഭാരപ്പെടേണ്ട. അതിൻ്റെ സമയം ഇനിയും നമുക്ക് ശേഷിക്കുന്നുണ്ട്. നമുക്ക് ആ സമയങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ തന്നെ നമ്മുടെ മാവ് പൂക്കാനുള്ള ഒരു ടെൻഡൻസി വരും. നമുക്കറിയാം നഴ്സറികളിൽ ഇപ്പം പല വെറൈറ്റി മാവുകൾ നമുക്ക് കിട്ടും. അതെല്ലാം ബഡ് ചെയ്തത്, ഗ്രാഫ്റ്റ് ചെയ്തതായ നല്ല ഇനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാവുകളൊക്കെ പെട്ടെന്ന് കായ്ക്കുന്നതാണ്. നമ്മൾ നഴ്സറിക്കാർ തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ മാവൊക്കെ കൊണ്ട് വെക്കുന്നത്. എന്നാൽ തന്നെ ആ മാവ് ചിലപ്പം ആദ്യത്തെ ആ ഒരു പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കായൊന്നും പിടിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള പലരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ മാവ് നിറയെ പൂക്കും. ഒന്നാമതായിട്ട് നല്ലൊരു വെയിലുള്ള ഏറിയ നമ്മൾ മാവ് കുഴിച്ചു വെക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കണം. നമുക്കത് നല്ല വലിയ പോട്ടിൽ വെക്കാം. പല വലിപ്പത്തിലുള്ള ട്രമ്മുകൾ നമുക്ക് കിട്ടും. ട്രമ്മിൽ നമുക്ക് വെക്കാം, നിലത്താണെങ്കിലും നമുക്ക് വെക്കാം. പക്ഷേ എവിടെ നമ്മൾ വെച്ചാലും നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ മാവ് വെക്കുന്നത്. പിന്നെ ഒന്നാമതായിട്ട് മാവ് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, മാവിൻ്റെ ചുവട് നല്ല രീതിയിൽ ഒരു തടം നമുക്ക് എടുത്തു കൊടുക്കണം. അങ്ങനെ ആ തടം എടുത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് നല്ല പുല്ലുണ്ടല്ലോ, പച്ച പുല്ല് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു പൊതയായിട്ട് അതിൻ്റെ ചുവട്ടിൽ കിടക്കും. എന്നിട്ട് നമുക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം നമ്മൾ വെള്ളം നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ പൊത ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് ആവശ്യമായ തണുപ്പ് കിട്ടുമേ. പെട്ടെന്ന് അതിൻ്റെ ചുവട്ടിലെ മണ്ണ് ഉണങ്ങത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ചെടിക്ക് നല്ലൊരു സൂക്ഷ്മ മൂലകങ്ങളൊക്കെ പുല്ലിൽ ധാരാളം ഉള്ളതുകൊണ്ട് ആ ചാണകപ്പൊടിയും കൂടെ കിടക്കുന്നത് കൊണ്ട് അത് ചുവട്ടിൽ നിന്ന് ഏറ്റവും ചൂടോട് ചേർത്ത് ചാണകപ്പൊടി ഇടാതെ കുറച്ചൊന്ന് മാറ്റിയിടണേ. എന്നിട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം. നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ അതുപോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, പുല്ലൊക്കെ ഇട്ട് അടിയിൽ ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മൾ പുല്ലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണേ. നമ്മുടെ മാവിൽ കണ്ടോ പൂക്കൾ വന്നിരിക്കുന്നുണ്ടോ, കുറേയേറെ പൂക്കളുണ്ട്. നമ്മൾ 6 മാസം മുമ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കണേ. അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടോ കൊലയായിട്ട് മാങ്ങ പിടിച്ചിരിക്കുന്നുണ്ടോ, ഇതുപോലെ എല്ലാ പൂവിലും മാങ്ങ ഉണ്ട്. നമുക്കറിയാം ഈ മഴ പെയ്ത് നമ്മൾ പൂക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ കൂടുതലും പൂക്കൾ പൊഴിഞ്ഞു പോവുകയാണ് പതിവ്. എന്നാൽ കുറച്ചൊക്കെ നമുക്ക് അന്നേരം പിടിച്ചു കിട്ടാറുള്ളൂ. സാധാരണയായിട്ട് മാവ് പൂത്ത് കഴിയുമ്പോൾ പിന്നെ ഉടനെ ഒരു മഴ പെയ്യാറുണ്ട്. അപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു മഴ പെയ്തിരുന്നു. അപ്പം പലരുടെയും മാവിലെ ഈ പൂവൊക്കെ പൊഴിഞ്ഞു പോയി കാണും. രണ്ടാമതായിട്ട് നമ്മുടെ മാവ് പൂക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, മാവിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് നല്ല ഒരു ഷേപ്പാക്കിയൊക്കെ വളർത്തിയെടുക്കണം. നമ്മൾ ചെറിയതായിരിക്കുമ്പോൾ തന്നെ ആ മാവിനെ നമ്മൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ പ്രൂൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ മാവിൻ്റെ തണ്ടിലോട്ട് കണ്ടോ ഈ തണ്ടുകളിലൊക്കെ വെയിൽ നല്ല രീതിയിൽ അടിക്കത്തക്ക പോലെ ആക്കിയെടുക്കണേ. ഇത് ഇപ്പം തന്നെ ഈ മാവ് നിൽക്കുന്നതുണ്ടോ നല്ലൊരു ഷേപ്പിലാണ് നിൽക്കുന്നത്, വലിയ വലിപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മാവിനെ എല്ലാ വർഷവും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ ഈ മാവിൻ്റെ കൊമ്പിലോട്ട് എല്ലാ കൊമ്പിലും വെയിൽ നല്ല രീതിയിൽ കൊള്ളും. അപ്പോഴാണ് പൂക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കണം. ഉറപ്പായിട്ട് നമ്മളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അടുത്തതായിട്ട് മാവ് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലിക്വിഡായിട്ടുള്ള കുറച്ച് ഫെർട്ടിലൈസർ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമ്മൾ അതിനകത്ത് ചേർക്കേണ്ടത് കടലപ്പിണ്ണാക്ക് ചേർക്കണം, പിന്നെ ശർക്കര ചേർക്കണം, പച്ച ചാണകം അത് ഒരു പിടി മതിയെ,
ഒരു 1/2 കിലോയൊക്കെ നമ്മൾ ചേർത്താൽ മതി. 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിൽ നമ്മളിതെല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ട്, അതുപോലെ കടലപ്പിണ്ണാക്ക് നമുക്കൊരു 1/2 കിലോ ഇടാം, ശർക്കര ഒരു 1/2 കിലോ, ഇത്രയെല്ലാം ഇട്ട് നമ്മൾ 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിൽ ഇട്ട് വെള്ളം ഒഴിച്ച് നമ്മളതിനെ ഒരു തണലത്ത് വെക്കണം. ശർക്കരയൊക്കെ പൊട്ടിച്ച് നമ്മൾ ഇടണേ, വലിയ ശർക്കരയാണെങ്കിൽ. പിന്നെ നമ്മൾ അതിനെ പുളിപ്പിക്കാനായിട്ട് വെക്കുക. അങ്ങനെ വെച്ച് ഒരു 3 ദിവസം പുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുക്കണേ. നമ്മളൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്ത് നമ്മൾക്ക് അതിനുശേഷം നമ്മളതിനെ 4 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ തുടങ്ങാം. അങ്ങനെ എടുത്ത് അതിനെ അതിൻ്റെ ഏത് പാത്രത്തിൽ നമ്മൾ എടുക്കുന്നോ ആ പാത്രത്തിൽ അതിൻ്റെ 2 ഇരട്ടി വെള്ളം കൂടെ നമ്മളത് ചേർത്തിട്ട് നമ്മൾ ഈ മാവിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആഴ്ച 2 പ്രാവശ്യം നമ്മളങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. നമ്മുടെ മാവ് പൂക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പം നിങ്ങൾ ഇനിയുമാണെങ്കിലും ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയേ. അടുത്ത ഒരു പോയിന്റ്, മാവ് പൂക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ പുക നമ്മളൊന്ന് കൊടുക്കുന്നത് നല്ലതാണേ. നമ്മൾ വലിയ ചൂട് കൊടുക്കരുത്. പുക നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്നിട്ട് ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചിട്ട് ആ പുക മാത്രം അടിക്കത്തക്ക പോലെ നമ്മളൊന്ന് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ മാവ് പൂക്കാനുള്ളൊരു ടെൻഡൻസി വരും. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ എല്ലാ കൊമ്പിലും പൂ വന്നെന്നുള്ളതാണ്. കണ്ടോ, എല്ലാ കൊമ്പിലും കൂടുതൽ മാങ്ങ പിടിച്ചിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ തടയുന്നതാണേ. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട സൂഡോമോണസ് എടുത്തിട്ട് ഒരു 10 ഗ്രാം, ഒരു വലിയ സ്പൂണിൽ ഒരു സ്പൂൺ എടുത്തിട്ട് 2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ അതിനെ ലയിപ്പിക്കുക. അതിൻ്റെ ചുവട്ടിൽ, മാവിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ചെടിയുടെ നാമ്പ് ഇല പിന്നെ പുഴു തിന്ന് കളയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയ്ക്ക് ഞാൻ ചെയ്തതൊക്കെയാണെങ്കിൽ സാഫും ഈ സൂഡോമോണസും, ഇത് രണ്ടുമാണ് ഞാൻ ചെയ്തു കൊടുത്തത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടാനിടയായി. അപ്പോൾ അത് സാഫ് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ട് നമ്മൾ ഈ മാവിൻ്റെ ഇളം തണ്ട് വരുന്ന ആ പോർഷനാണ് ഈ പുഴു തിന്ന് കളയുന്നത്. അപ്പോൾ നമ്മൾ അവിടെയുണ്ടല്ലോ അത് ലൈറ്റായിട്ട് തേച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുക്കും. പിന്നെ മാവിൻ്റെ ചുവട്ടിലും നമുക്ക് സാഫ് തേച്ച് കൊടുക്കാമേ. ആ ചുവട്ടിലെ ആ സ്റ്റെമ്മ് കണ്ടോ, ആ സ്റ്റെമ്മിൻ്റെ അവിടെ നമുക്ക് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, സൂഡോമോണസും സാഫും നമുക്ക് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ. പിന്നെ സൂഡോമോണസ് നമുക്ക് ഇതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാം. ഒരു ചെറിയ സ്പൂൺ എടുത്ത് 5 ഗ്രാം അത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇലകളിലൊക്കെ ഉണ്ടല്ലോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ, പുഴുവിൻ്റെ, മീലിബഗ്, ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടുന്നതാണേ. പിന്നെ മാവിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മഴ പെയ്യും. അപ്പോൾ ആ മഴയെ നമുക്ക് തടുക്കാൻ വേണ്ടി വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഇതിൻ്റെ UV ഷീറ്റ് ആ സമയത്ത് ഇതിൻ്റെ ഇവിടോട്ടൊന്ന് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണേ. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ സൺലൈറ്റ് കിട്ടുകയും ചെയ്യും. എന്നാൽ നമ്മുടെ മാങ്ങ പൊഴിഞ്ഞു പോകത്തില്ല. ആ ചെറിയ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മാങ്ങ പിടിച്ചു കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ വലിയ മഴയൊക്കെ വരുവാണെങ്കിൽ അത് പൂക്കൾ കുറേ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പൊട്ടാഷ് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 10 ഗ്രാം, ഒരു വലിയ സ്പൂണിൽ 1 സ്പൂൺ പൊട്ടാഷ് എടുത്തിട്ട് ഈ ചുവട്ടിനോട് മാറ്റി നമ്മൾ പുല്ലിൻ്റെയൊക്കെ അടിയിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വെള്ളം നനച്ച് കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ കായ്കൾ, നമ്മുടെ പൂക്കൾ പൊഴിഞ്ഞു പോകുന്നത് ഒന്ന് കുറയും. അല്ലാതെ നമ്മൾ ലിക്വിഡായിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ സ്പൂണിലാണെങ്കിൽ അത് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിലോട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. 2-2.5 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കത് ലയിപ്പിക്കാമേ. എപ്പോഴും നമ്മൾ വളമൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അത് കൂടിപ്പോകരുത്. നമ്മളത് സ്ഥിരം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ നമുക്കതിൻ്റെ അളവൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇനിയാണെങ്കിലും നിങ്ങളുടെ മാവിൽ പൂക്കാൻ അത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട്
ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്